നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഒരു പ്രസ്റ്റീജ് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആദ്യ ടൈമിലെ രേണുവും അക്ബറും തമ്മിലുള്ള ഇഷ്യൂ, രേണുവിനൊരു നിക്നെയിം കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. അതിൽ ക്ഷമ ചോദിക്കാൻ രേണു ക്ഷമിക്കണമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണുവിനോട് പരമാവധി അക്ബർ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രേണു അത് ശ്രമിച്ചില്ല. അക്ബറാണെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുത്തും പാട്ട് പാടിക്കൊടുക്കും. പാട്ട് പാടുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല പാട്ടായിരുന്നു പാടിയത്. ആ പാട്ടൊക്കെ പാടിക്കൊടുക്കും. പക്ഷേ രേണു കൺവിൻസ് ആയിട്ടല്ല, രേണു ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. കാരണം ഇവരുടെ ഇഷ്യൂവിൻ്റെ ഇടയ്ക്ക് ശാരിക വന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ അവർ പറയുകയുണ്ടായി, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് രേണുവിലേക്ക് ഒന്ന് ഇൻജെക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അതുകൊണ്ടാണോ എന്ന് അങ്ങനെയുള്ള ചോദ്യം ചെയ്യപ്പെടലുണ്ടായി. അങ്ങനെ ശാരികയ്ക്കും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ചെറിയ രീതിയിൽ വഴക്ക് കിട്ടി. അങ്ങനെ എന്താണ് ക്ഷമ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്തായാലും ലാലേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം രേണുസുതി ക്ഷമിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു അക്ബറിനോടെന്നാണ് രേണുസുതി പറഞ്ഞത്. എനിവേസ്, അങ്ങനെ അക്ബറിൻ്റെയും രേണുസുതിയുടെയും പ്രോബ്ലം അവിടെ വെച്ച് തീരുകയാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇനി രണ്ടുപേരും മുൻപോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് കരുതാം. എനിവേസ്, ബെസ്റ്റ് ഓഫ് ലക്ക്. See you later. Bye.